ഇന്ന് മീഷോയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഒരു ലഞ്ച് ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കവർ പൊട്ടിച്ച് ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഒരു പിങ്ക് കളറിൽ വരുന്ന ലഞ്ച് ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. പാക്കിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കവർ വെച്ച്. ഇനി ആ കവർ നമുക്ക് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 401 രൂപയാണ്. ഇനി നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇത് കുട്ടികൾക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ലിഡ് വന്നിട്ടുള്ളത് ഗ്ലാസ് ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് അകത്ത് എന്താണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫുഡൊക്കെ വെക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്പൂണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചോപ്പ് സ്റ്റിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതുപോലൊരു സിലിക്കോണിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഓരോ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലത്തോട്ട് കറി സ്പ്രെഡ് ആവില്ല. സ്പ്രെഡ് ആവാതെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സിലിക്കോൺ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഗ്ലാസും നല്ല സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സിലിക്കോൺ മെറ്റീരിയൽ നമുക്ക് പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കറിയെല്ലാം സ്പ്രെഡ് ആകുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്ത് നോക്കാം. കറി പുറത്തോട്ട് പോകുന്നോ ഇല്ലയോ എന്നൊക്കെ, ലീക്ക് പ്രൂഫ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്ത് നോക്കാം. ഞാൻ നല്ല രീതിയിൽ തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അവർ പറഞ്ഞതുപോലെ തന്നെ സ്പ്രെഡൊന്നും ആയിട്ടില്ല. ഒരു തുള്ളി പോലും വെള്ളമായിട്ടില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഒരു ശകലം വെള്ളം വന്നിട്ടുണ്ട്. ഡ്രോപ്പ് വെള്ളം വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതിലോട്ട് ഒരുപാട് ലിക്വിഡായിട്ടുള്ള കറി ഒഴിച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ഉള്ള കറിയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല.